റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 31ാമത്തെ നിയമം മറ്റുള്ളവരുടെ ഭാവനകളെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കുറച്ച് ചോയ്സുകൾ മാത്രം നൽകുക. ഈ ചോയ്സുകൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവയായിരിക്കണം. നിങ്ങൾ ആളുകൾക്ക് പരിധിയില്ലാത്ത ചോയ്സുകൾ നൽകുമ്പോൾ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാകുകയും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയാതെ വരികയും ചെയ്യും. എന്നാൽ നിങ്ങൾ അവർക്ക് കുറച്ച് ചോയ്സുകൾ മാത്രം നൽകുമ്പോൾ അവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വം നിങ്ങൾ നിങ്ങളുടെ എതിരാളികൾക്ക് ഒരു കെണിയൊരുക്കുക എന്നതാണ്. നിങ്ങൾ അവർക്ക് കുറച്ച് ഓപ്ഷനുകൾ മാത്രം നൽകുമ്പോൾ അവർക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഈ ഓപ്ഷനുകൾ അവർക്ക് ഒരു സ്വാതന്ത്ര്യം നൽകുന്നതുപോലെ തോന്നും, എന്നാൽ വാസ്തവത്തിൽ അവർ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിയമം ഉപയോഗിക്കാൻ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ചോയ്സുകൾ പരിമിതപ്പെടുത്തുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് 2 ചോയ്സുകൾ മാത്രം നൽകുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക. ഈ 2 ഓപ്ഷനുകളും നിങ്ങൾക്ക് അനുകൂലമായവയായിരിക്കണം. സ്വാതന്ത്ര്യം നൽകുന്നതുപോലെ തോന്നിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ എതിരാളികൾക്ക് ചോയ്സുകൾ നൽകുമ്പോൾ അവർക്ക് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് തോന്നിപ്പിക്കുക. ഈ തോന്നൽ അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് കുറച്ച് ചോയ്സുകൾ മാത്രം നൽകുക. ഈ ചോയ്സുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ളവയായിരിക്കണം. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ പേർഷ്യൻ സൈന്യത്തെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്താലും കീഴടങ്ങിയാലും അലക്സാണ്ടർക്ക് വിജയം ഉറപ്പായിരുന്നു. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് പേർഷ്യൻ സാമ്രാജ്യം എളുപ്പത്തിൽ കീഴടക്കാൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ അമരേന്ദ്ര ബാഹുബലി. ബാഹുബലി ബല്ലാലദേവയെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബല്ലാലദേവക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ ജനങ്ങളെ ഭരിക്കുക അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ സംരക്ഷിക്കുക. ഈ 2 ഓപ്ഷനുകളും ബാഹുബലിക്ക് അനുകൂലമായിരുന്നു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. 2ാം ലോകമഹായുദ്ധകാലത്ത് ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം അവർക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ യുദ്ധത്തിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഈ 2 ഓപ്ഷനുകളും ചർച്ചിലിന് അനുകൂലമായിരുന്നു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടറെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഹാരിക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ വോൾഡ്മോർട്ടിനെ അനുസരിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ 2 ഓപ്ഷനുകളും വോൾഡ്മോർട്ടിന് അനുകൂലമായിരുന്നു. ചരിത്രം. ജോസഫ് സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിട്ടപ്പോൾ അദ്ദേഹം അവർക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ താൻ പറയുന്നത് അനുസരിക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഈ 2 ഓപ്ഷനുകളും സ്റ്റാലിന് അനുകൂലമായിരുന്നു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സ്മാഗൽ എന്ന കഥാപാത്രം ഫ്രോഡോക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ മോതിരം നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കുക. ഈ 2 ഓപ്ഷനുകളും സ്മാഗലിന് അനുകൂലമായിരുന്നു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ നേരിട്ടപ്പോൾ അദ്ദേഹം രാജാവിന് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. ഈ 2 ഓപ്ഷനുകളും ചാണക്യന് അനുകൂലമായിരുന്നു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിട്ടപ്പോൾ അദ്ദേഹം അവർക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ തന്റെ കൂടെ ചേരുക അല്ലെങ്കിൽ നശിച്ചുപോകുക. ഈ 2 ഓപ്ഷനുകളും ഡോണിന് അനുകൂലമായിരുന്നു. ചരിത്രം. റോമൻ സാമ്രാജ്യം. റോമാക്കാർ തങ്ങളുടെ ശത്രുക്കളെ നേരിട്ടപ്പോൾ അവർക്ക് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ നശിച്ചുപോകുക. ഈ 2 ഓപ്ഷനുകളും റോമാക്കാർക്ക് അനുകൂലമായിരുന്നു. സിനിമ. മണിച്ചിത്രത്താഴ്. സിനിമ. മണിച്ചിത്രത്താജു. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഗംഗയുടെ കുടുംബത്തിന് 2 ചോയ്സുകൾ മാത്രം നൽകി. ഒന്നുകിൽ ഗംഗയെ ചികിത്സിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ അവളെ ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കുക. ഈ 2 ഓപ്ഷനുകളും ഡോക്ടർ സണ്ണിക്ക് അനുകൂലമായിരുന്നു.